സബ്സിഡി രാസവളത്തിന് ഫ്രെയിംവർക്ക് ഫോർ ഫെർട്ടിലൈസർ സെയിൽ ആപ്പ് നിർബന്ധമാക്കിയ സർക്കാർ നടപടിയിൽ വലഞ്ഞ കർഷകർ. ജൂൺ 30 മുതലാണ് കൃഷിഭൂമിക്കും വിളയും അടിസ്ഥാനമാക്കിയുള്ള വളം വിതരണം ജില്ലയിൽ ആരംഭിച്ചത്. ജില്ലയിലെ കർഷകരിൽ ഭൂരിഭാഗവും പ്രായമായവരാണ്. ഇവരിൽ മിക്കവരും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാത്തവരുമാണ്. ഇതാണ് പ്രതിസന്ധി ഇരട്ടിയാക്കിയത്. വളം കിട്ടാൻ ഫ്രെയിംവർക്ക് ഫോർ ഫെർട്ടിലൈസർ സെയിൽ എന്ന ആപ്പ് ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്യണമെന്ന നിബന്ധനയാണ് കർഷകരെ വലയ്ക്കുന്നത്. ഇപ്പോഴത്തെ നിലവിലുള്ള ആധാർ കാർഡ് ലിങ്ക് ചെയ്യണമെന്നുള്ള ചെറുകിട കർഷകർക്ക് ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ്. അത് ഇത്ര ഹെക്ടർ സ്ഥലത്തിന് മുകളിലുള്ളവർക്ക് നിർബന്ധമാക്കി ചെറുകിട കർഷകരെ ഒഴിവാക്കുകയാണെങ്കിൽ അത് അത്രയും നല്ലതാണ്. ഇപ്പോൾ കാലാവസ്ഥ വ്യതിയാനമുണ്ട്. കാലാവസ്ഥയ്ക്കനുസരിച്ചാണ് ഇപ്പോൾ കൃഷി നടന്നു പോകുന്നത്. അതും നെൽകൃഷിക്ക് നഷ്ടത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വളവും കൂടി കിട്ടാതാകുന്ന സമയത്ത് ചെറുകിട കർഷകർ ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ട്. അത് ഗവൺമെൻറ് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഇതാണെന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ അഭിപ്രായം. അതുകൂടാതെ ഇപ്പോൾ ഡിജിറ്റൽ സർവേ വന്നതുകൊണ്ട് അത് എല്ലാവർക്കും ആ ഡിജിറ്റൽ സർവേ ഒന്ന് ശരിയായി കിട്ടിയിട്ടില്ല. അതിനുള്ള കാലതാമസം വരുന്നുണ്ട്. അതും കൂടി ഒന്ന് ഉൾപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആപ്പിൽ രജിസ്ട്രേഷന് ഏറ്റവും പുതിയ കരമടച്ച രസീതും ആധാർ കാർഡും വേണം. ശേഷം ആപ്പിൽ ലോഗിൻ ചെയ്ത് വിള തിരഞ്ഞെടുക്കണം. ഭൂവിവരം നൽകിയാൽ കാർഷിക സർവകലാശാല തയ്യാറാക്കിയ പാക്കേജ് ഓഫ് പ്രാക്ടീസ് പ്രകാരമുള്ള വളത്തിന്റെ അളവ് കാണിക്കും. അതിലുള്ള അളവോ അതിൽ കുറവോ തിരഞ്ഞെടുക്കാം. കൂടുതൽ പറ്റില്ല. ശേഷം സമീപത്തെ ഡീലർമാരുടെ വിവരങ്ങൾ ലഭിക്കും. സ്റ്റോക്ക് അനുസരിച്ചാണ് ഡീലർമാരുടെ വിവരം ആപ്പിലുണ്ടാകുക. തുടർന്ന് വാങ്ങാൻ പോകുന്ന വ്യക്തിയുടെ ആധാർ വിവരം നൽകണം. മറ്റൊരാളെയാണ് നിയോഗിക്കുന്നതെങ്കിൽ അയാളുടെ ആധാർ വിവരമാണ് രേഖപ്പെടുത്തേണ്ടത്. QR കോഡ് ലഭിച്ചാൽ ഡിപ്പോയിൽ പോയി വളം വാങ്ങാം. ആപ്പിൽ നിന്നും ലഭിക്കുന്ന QR കോഡ് ഉപയോഗിച്ച് 3 ദിവസത്തിനകം വളം വാങ്ങണമെന്നാണ് വ്യവസ്ഥ. QR നമ്പർ മതിയെങ്കിലും അത് രേഖപ്പെടുത്താനുള്ള ബുദ്ധിമുട്ട് കാരണം ഡീലർമാർ പ്രോത്സാഹിപ്പിക്കുന്നില്ല. QR കോഡ് സ്കാൻ ചെയ്ത ശേഷം POS മെഷീനിൽ വിരലടയാളവും ഉറപ്പാക്കിയ ശേഷമാണ് വളം കിട്ടുക. ഇപ്പോൾ നമ്മുടെ കർഷകർക്ക് രാസവളം ലഭിക്കണമെങ്കിൽ, ഫാക്ടംബോസ്, യൂറിയ, പൊട്ടാഷ് പോലുള്ള സബ്സിഡൈസ്ഡ് വളം ലഭിക്കണമെങ്കിൽ അവരുടെ മൊബൈലിൽ ഫ്രെയിംവർക്ക് ഫോർ ഫെർട്ടിലൈസർ സെയിൽ എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിലൂടെ വളം ബുക്ക് ചെയ്താൽ മാത്രമേ വളം ലഭിക്കുകയുള്ളൂ. അതിൽ അഗ്രി സ്റ്റാക്ക് എന്നതിൽ രജിസ്റ്റർ ചെയ്ത് അത് ഓക്കെ ആണെങ്കിൽ മാത്രമേ, ലാൻഡ് വെരിഫിക്കേഷൻ നടത്തി ഓക്കെ ആണെങ്കിൽ മാത്രമേ ഈ ആപ്പിലൂടെ വളം ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കേന്ദ്ര നിയമമാണിത്. കഴിഞ്ഞ ജൂൺ 30 മുതലാണ് ഇത് തുടങ്ങിയത്. ഇത് ഒരാഴ്ചയായി തുടങ്ങിയിട്ട് ഇത് കർഷകർക്കും വളം കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്കും നിലവിൽ വലിയ ബുദ്ധിമുട്ടുള്ളതാണ്. എങ്കിലും അതുമായിട്ട് മുന്നോട്ട് പോകാനേ പറ്റുള്ളൂ. അത് എല്ലാ കർഷകരും അതിലൂടെ മാത്രമേ ഫാക്ടംബോസ്, യൂറിയ, പൊട്ടാഷ് കിട്ടുകയുള്ളൂ. പിന്നെ കൂട്ടുവളം ലഭിക്കും. ആധാറൊന്നും ഇല്ലാതെ കൂട്ടുവളം ലഭിക്കും. പിന്നെ ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. വിസോമാക്സ്, വിസോൾ പറഞ്ഞ ലിക്വിഡ് ഫെർട്ടിലൈസർ ഇറങ്ങിയിട്ടുണ്ട്. അത് ആധാറൊന്നും ഇല്ലാതെ ലഭിക്കും. ബാക്കി ഫാക്ടംബോസ്, യൂറിയ, പൊട്ടാഷ് കിട്ടണമെങ്കിൽ നിർബന്ധമായും ഇത് ചെയ്യേണ്ട അവസ്ഥയിലാണ്. അത് കാരണം ഒരുപാട് കർഷകർക്ക് ഭൂരേഖകളൊന്നും കറക്റ്റല്ലാത്ത കാരണം വലിയ ബുദ്ധിമുട്ടിലാണ്. അത് കർഷകർ ചെയ്യേണ്ടത് അക്ഷയയിൽ പോയിട്ട് അഗ്രി സ്റ്റാക്കിൽ രജിസ്റ്റർ ചെയ്യണം. അവരുടെ കൃഷി സ്ഥലത്തിൻ്റെ നികുതി കെട്ടിയ റെസീറ്റും ആധാർ കാർഡും അവരുടെ മൊബൈലുമായിട്ട് പോയിട്ട് രജിസ്റ്റർ ചെയ്ത് അത് കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് അപ്രൂവ് ചെയ്ത് വന്നതിന് ശേഷം മാത്രമേ നമ്മുടെ ഈ മൊബൈലിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് വളം ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിപ്പോൾ എല്ലാ കർഷകരും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ പേര് നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറേ പേര് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കർഷകർക്ക് കുറേ പേർക്ക് ഇത് ചെയ്യാത്തോട്ട് വളം കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ട്. സാധാരണ പഴയ പോലെ ഓടി വന്നിട്ട് വളം വാങ്ങിയിട്ട് കൊണ്ടുപോകാനുള്ള പരിപാടി നടക്കില്ല. ഇതെല്ലാം മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അവർ QR കോഡ് ജനറേറ്റ് ചെയ്ത് ഞങ്ങളുടെ POS മെഷീനിൽ സ്കാൻ ചെയ്താൽ മാത്രമേ അവർക്ക് വളം ലഭിക്കുകയുള്ളൂ. ഫാക്ടംബോസ്, യൂറിയ, പൊട്ടാഷ് പോലുള്ള വളങ്ങൾ ലഭിക്കുകയുള്ളൂ. കഴിഞ്ഞ വർഷത്തേക്കാൾ സീസൺ വളരെ മോശമാണ്. കാരണം ഇങ്ങനെ ഒരു സിസ്റ്റം വന്നപ്പോൾ ഞങ്ങൾക്ക് വളരെ കച്ചവടം മോശമാണ്. കഴിഞ്ഞ വർഷത്തേക്കാളിലും ഒരുപാട് കച്ചവടം കുറഞ്ഞ അവസ്ഥ. ഞങ്ങൾക്ക് വിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. സ്റ്റോക്ക് ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് വിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം നിർബന്ധമായി ഇതിലൂടെ ചെയ്താൽ മാത്രമേ ഞങ്ങളുടെ സ്റ്റോക്കിലും വേരിയേഷൻ വരാതിരിക്കുള്ളൂ. നെല്ല് വിളയായി ആപ്പിൽ തിരഞ്ഞെടുത്താൽ ഇടവിളയ്ക്ക് വളം ലഭിക്കില്ല. മറ്റു കൃഷിക്ക് നിലവിൽ ഈ പ്രശ്നമില്ല. ഇതിനെല്ലാം പുറമെ ഓൺലൈൻ സംവിധാനമായ അഗ്രി സ്റ്റാക്ക് രജിസ്റ്റർ ചെയ്ത് ഫാർമർ ID-യും എടുത്തിരിക്കണം. ഭൂമി എന്തിനൊക്കെ ഉപയോഗപ്പെടുത്തുന്നു എന്ന വിവരം ശേഖരിക്കുന്ന അഗ്രി സ്റ്റോക്ക് രജിസ്ട്രേഷൻ ഭൂരിഭാഗം കർഷകർക്കും പൂർത്തിയാക്കാനായിട്ടില്ല. ആധാർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുന്നവർക്ക് ഭൂരേഖയുമായി ബന്ധിപ്പിക്കാത്തതാണ് പ്രശ്നം സൃഷ്ടിക്കുന്നത്. മറ്റൊരു പ്രശ്നം ഭൂരേഖകളിലെ അപാകത. കൂട്ടവകാശമുള്ള ഭൂമികൾ, കൈവശഭൂമിയും റവന്യൂ രേഖകളും തമ്മിലുള്ള പൊരുത്തക്കേട്, പാട്ടകൃഷി സംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങിയവയും കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തതിനെ കുറിച്ചിട്ടാണ് എല്ലാ കർഷകർക്കും ഒരു ചെറിയ കൺഫ്യൂഷൻ ഉള്ളത്. അതുപോലെ ഈ ഫാക്ടംബോസും യൂറിയ പോലുള്ള വളങ്ങൾ
കിട്ടാൻ വേണ്ടിയിട്ട് യഥാർത്ഥ കർഷകൻ തന്നെയാണോ ഇത് വാങ്ങുന്നത്, മിസ്യൂസ് ചെയ്തിട്ട് ഇതിനിടയിൽ കച്ചവടങ്ങൾ നടക്കുന്നുണ്ടോ കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം ലിങ്ക് ചെയ്യുമ്പോൾ തുടക്കത്തിൽ ചെറുതായിട്ട് എല്ലാ കർഷകർക്കും എല്ലാവർക്കും ബുദ്ധിമുട്ട് വരും. അപ്പോൾ നമ്മൾ പണ്ട് ആധാർ കാർഡ് എടുത്തപ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വന്നു, എല്ലാവരും ആധാർ കാർഡ് കാണിക്കണം പറഞ്ഞു. അപ്പോൾ തുടക്കത്തിലെല്ലാം എല്ലാ കാര്യങ്ങൾക്കും കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവും. പിന്നെ ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം എന്താ, ഇപ്പോൾ പണം നിരോധിച്ചപ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടുകൾ വന്നു. അത് കഴിഞ്ഞപ്പോൾ ഡിജിറ്റൽ വന്നപ്പോൾ എല്ലാവരെ കൊണ്ടാവില്ല പറഞ്ഞു. ഇന്നിപ്പോൾ എല്ലാവർക്കും ഡിജിറ്റൽ മണി മാത്രമാണ് കൂടുതൽ നടക്കുന്നുള്ളൂ. എല്ലാവരിലും ഈവൻ 10 ഉറുപ്പിക പോലും നമ്മൾ ഡിജിറ്റൽ പേയ്മെൻറ്റാണ് നടക്കുന്നത്. അതൊക്കെ ഘട്ടം ഘട്ടമായിട്ട് വേണ്ടത് തന്നെയാണ്. അതുമായിട്ട് മുന്നോട്ട് തൽക്കാലം കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അത് കർഷകർക്ക് അതിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ആൾക്കാരുണ്ടാവും. വളം ഡിപ്പോക്കാരും മറ്റുള്ള ഏജൻസികളൊക്കെ ഉണ്ടാവും. കുറച്ച് കാലങ്ങൾ ഒരു 1-2 മാസത്തിനുള്ളിൽ അതിൽ യൂസായി മാറും. അതാണ് എൻ്റെ അഭിപ്രായം. മൊബൈൽ ആപ്പ് വഴി മാത്രം രജിസ്റ്റർ ചെയ്യണമെന്ന നിബന്ധന മാറ്റി വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്യാനുള്ള ക്രമീകരണം കൊണ്ടുവരണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. UTV ന്യൂസ്, പാലക്കാട്.